ഹലോ ഗൈസ്, അപ്പൊ ഇന്നാണ് കുടുംബത്തിൽ 7 വർഷത്തിന് ശേഷം നടക്കുന്ന ആ കല്യാണം. അങ്ങനെ കുറെ നേരത്തെ അംഗത്തിന് ശേഷം ഞങ്ങളെല്ലാം ഒരുങ്ങി സെറ്റായി വണ്ടി കയറിയിട്ടുണ്ട്. പൊളി പാട്ടൊക്കെ ഇട്ട് നല്ല വൈബിലാണ് പോകുന്നത്. അച്ഛൻ, അമ്മ, രാഹുല്, ഞാൻ, വാവ, ഇത്രയും പേരാണ് വണ്ടിയിലുള്ളത്. ഓച്ചിറയില് ഓറെക്സ് കൺവെൻഷൻ സെന്ററിലാണ് കല്യാണം നടക്കുന്നത്. ഞങ്ങളുടെ ഒരു ഒരുക്കം വെച്ച് നോക്കിയപ്പോ കെട്ട് കഴിഞ്ഞ് അവിടെ ചെല്ലത്തോളം എന്നാണ് കരുതിയത്. അതെന്തായാലും ഉണ്ടായില്ല. ചെറുക്കം കൂട്ടരുടെ തൊട്ട് പിന്നാലെ ഞങ്ങളും എത്തി. അതുകൊണ്ട് തന്നെ പുറത്ത് വെച്ച് തന്നെ കുറെ കസിൻസിനെയൊക്കെ കണ്ടു വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് കല്യാണ ചെക്കനെ വരവേക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങി. എൻഗേജ്മെന്റിന് ഞാൻ വന്നിട്ടില്ലായിരുന്നത് കൊണ്ട് തന്നെ ചെക്കനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പതാ ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ. വധുവിന്റെ വരവും കാത്ത് അക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് നമ്മുടെ കല്യാണ ചെക്കൻ. ഞങ്ങൾ കയറി വന്നങ്ങോട്ട് ഇരുന്നപ്പോൾ ആദ്യം കണ്ടത് ഇവരെയായിരുന്നേ. ഇതാണ് എന്റെ ചേച്ചിയും മോളും. ഞങ്ങളൊക്കെ തമ്മിൽ പരസ്പരം കണ്ടിട്ട് കുറെ നാളായിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് വാവെ ഒന്ന് ഇമോഷണൽ ആയി. അപ്പതാ നമ്മുടെ കല്യാണ പെണ്ണിനെ അഷ്ടമംഗല്യവും താലപ്പൊലിയും ഒക്കെ ആയിട്ട് വരവേറ്റ് കൊണ്ടുവരുന്നുണ്ട്. കല്യാണ പെണ്ണിന്റെ നേരെയുള്ള ഒരു വ്യൂ കിട്ടിയത്. ബന്ധം പറഞ്ഞില്ലല്ലോ, എന്റെ അപ്പച്ചിയുടെ മോളുടെ കല്യാണമാണ്. അപ്പച്ചി എന്ന് പറഞ്ഞാൽ അച്ഛന്റെ കസിൻ സിസ്റ്റർ. ഇതാണ് അപ്പയും മാമൻ. പിന്നെ ഈ കെട്ട് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ എന്തോ കണ്ട് പേടിച്ചതുപോലെ ഓടി വരട്ടെ എന്റെ അനിയത്തിമാരാണ്. ഇത്രയും ആളിരിക്കുമ്പോൾ നടന്നു വരാനുള്ള ചമ്മല് കൊണ്ടാണ് ചുമ്മാ ഒരു ഫോണിൽ ചെവി വെച്ചോണ്ട് ഓടി വരുന്നത്. പിന്നെ കൊച്ചിന് വീട്ടിൽ നിന്ന് ഒരുങ്ങി തീർക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് പൂവൊക്കെ ഊരി വാരി പിടിച്ചിങ്ങ് കൊണ്ടുപോകുന്നു. അങ്ങനെ താലികെട്ടൊക്കെ മംഗളമായി കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയ്ക്ക് വധുവിന്റെയും വരന്റെയും പേര് പറയാൻ പറ്റൂ. വധു ഡോക്ടർ അനുപമ, വരൻ ഡോക്ടർ നീരജ് കൃഷ്ണ. പിന്നെ ഇവരെ കുറിച്ച് ഒന്നും കൂടെ പറയാം. ഇതെന്റെ അച്ഛന്റെ അനിയന്റെ മക്കളാണ്. അതായത് എന്റെ അനിയത്തിമാരും വാവയുടെ കുഞ്ഞമ്മമാരുമായിട്ട് വരും. വാവ പക്ഷേ ഇവരെ കുഞ്ഞമ്മമാരെന്ന് വിളിക്കാറില്ല. അവളുടെ ചേച്ചിയും അനിയത്തിയുമാണ്. അപ്പൊ ഇതാണ് അവരുടെ അമ്മ, അതായത് എന്റെ കുഞ്ഞമ്മ. ഇനി ഫുഡ് അടിയുടെ ടൈമാണ്. ആദ്യത്തെ 2 പന്തി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു. ഓടി നടന്ന് കഴിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി സദ്യ കഴിക്കാനിരുന്നു. ഇതിനിടയിൽ ഞാൻ വേറെ 2-3 കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ആദ്യത്തെ ഫുൾ വീഡിയോ ആണ്. അപ്പൊ അതിന്റേതായ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും, സഹകരിക്കണം. പിന്നെ വീഡിയോ എടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് എല്ലാരെയും ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ആർക്കും പരാതി ഒന്നും തോന്നിയേക്കരുതേ. അപ്പൊ അതത്രേ ഉള്ളൂ. നമ്മൾ നേരെ വന്നിരുന്നു, കല്യാണം കണ്ടു, എഴുന്നേറ്റു ഫുഡ് കഴിക്കാനിരുന്നു. ഇനി വേണം എല്ലാരും ഒന്ന് ഓടി നടന്ന് കാണാൻ. ഇതെന്റെ അച്ഛന്റെ കുടുംബ വീടിന്റെ ഫ്രണ്ടിൽ താമസിക്കുന്ന ഫാമിലിയാണ്. ഞാനത് 1.5 വയസ്സിൽ നൈസായിട്ടൊന്ന് കുളത്തിൽ വീണാണ്. കുറെ നേരം വെള്ളം കുടിച്ചൊക്കെ കിടന്ന് ഈ നിൽക്കുന്ന ആന്റിമാരുടെ ഉമ്മയാണ് എന്നെ വന്ന് രക്ഷിച്ചത്. കുളത്തിൽ നിന്ന് ആരുടെയോ പാവയാണെന്ന് വിചാരിച്ചാണ് പൊക്കിയെടുത്തത്. അപ്പൊ ആ കഥ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു ഇവര്. പിന്നെ ഞങ്ങൾ സിംഗിൾ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും ഒക്കെ ആയിട്ട് ഫോട്ടോ എടുക്കും. കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 7 വർഷത്തിന് ശേഷമാണ് കുടുംബത്തിൽ ഒരു കല്യാണം നടക്കുന്നത്. അത് മാത്രമല്ല, ഇതിനിടയ്ക്ക് ഞങ്ങൾ എല്ലാവരും തമ്മിൽ കാണുന്നത് ഏതെങ്കിലും മരിപ്പിനോ 16-നോ ആണ്ടുപൂജയ്ക്കോ ഒക്കെ ആയിരിക്കും. ഇങ്ങനെ പ്ലസന്റ് ആയിട്ട് എല്ലാവരെയും കാണാൻ പറ്റുന്നത് കല്യാണങ്ങൾക്കല്ലേ. അതിന്റെ ഒരു ഹാപ്പിനെസ് എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ കാണിച്ച 3 പുരുഷ കേസരികളിൽ ആദ്യം കാണിച്ചത് 2 എന്റെ മുറച്ചെറുക്കന്മാരും പിന്നെ കാണിച്ചത് എന്റെ ബ്രദറുമാണ്, വല്യച്ഛന്റെ മോൻ. ഇതെന്റെ അമ്മയും അപ്പച്ചിമാരുമാണ്. അങ്ങേയറ്റത്ത് നിൽക്കുന്നത് ഒരു അപ്പച്ചിയുടെ മോളും. ഈ നിൽക്കുന്നത് കസിൻസിനെ എല്ലാം കൂടി ഒറ്റ ഫ്രെയിമിൽ കാണാനായിട്ട് ഒരു ഫോട്ടോ എടുക്കാനാണ്. ഇതിൽ 3 പേരുടെ കുറവുണ്ട്. ലച്ചും കിച്ചും അപ്പോഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും രാഹുലുമായിട്ടുള്ള കുറെ നല്ല ഫോട്ടോസ് കിട്ടി. ഞങ്ങളുടെ ഒരു നല്ല ഫാമിലി ഫോട്ടോയും കിട്ടി. എല്ലാം കൊണ്ട് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസമായിരുന്നു. പിന്നെ ഈ കൂട്ടത്തിൽ പച്ച സാരി ഉടുത്ത് കണ്ണാടിയും വെച്ച് നിൽക്കുന്നത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ്. അതും എന്റെ അപ്പച്ചിയാണ്. ഞങ്ങളുടെ ആർമാദിക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വരനും വധുവും ഇറങ്ങാൻ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ യാത്ര അയക്കലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോ രാഹുലിന്റെ കണ്ണെന്ന് പറയുന്നത് ഞാൻ കണ്ടു. എന്നെ ഓർത്തിട്ടായിരിക്കണമല്ലോ. ഇതാണ് കല്യാണ പെണ്ണിന്റെ ബ്രദർ അജയ്. അല്ലെങ്കിലും സിസ്റ്റർ ബ്രദറിനോട് യാത്ര ചോദിക്കുന്ന ആ ഒരു സീൻ കാണുമ്പോൾ അതിന് ആരുടെ കല്യാണമാണെങ്കിലും എനിക്ക് കരച്ചിൽ വരും. വധുവും വരനും ഇറങ്ങിയതിന്റെ പുറകെ തന്നെ ഞങ്ങളും ഇറങ്ങി. ഞങ്ങൾക്ക് ഇനി പോകുന്ന വഴിക്ക് ചവറ കൊറ്റംകുളങ്ങര അമ്പലത്തിൽ ഇറങ്ങി എണ്ണയും തിരിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് വേണം പോവാൻ. ഈ ക്ഷേത്രം അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കത്തില്ലല്ലോ. പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി ചമയവിളക്കെടുക്കുന്ന പ്രശസ്തമായ ക്ഷേത്രമാണിത്. ഞങ്ങൾ വന്ന സമയം ഉച്ചയായതുകൊണ്ട് ആളും തിരക്കൊന്നും ഇല്ലായിരുന്നു. സന്ധ്യ മുതൽ വെളുക്കുന്നത് വരെയാണ് ഇവിടെ ചമയവിളക്കെടുപ്പ്. വൈകിട്ട് ഇവിടെ വന്നാൽ നിൽക്കാൻ പോലെ സ്ഥലം ഉണ്ടാവത്തില്ല. ഈ വേഷത്തിൽ കൂടുതൽ നേരം ഇവിടെ ഇരുന്നാൽ ശരിയാവത്തില്ല. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുവാണേ. അപ്പൊ എന്റെ ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും കാണണം. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.